ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി പരിചയപ്പെടാം. 2 മുട്ട കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 2 മുട്ട കനം കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കണം. നമ്മൾ തയ്യാറാക്കുന്നത് ഉള്ളി മുട്ട വടയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയുടെ മുകളിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും മുളക് പൊടിയും വെതറിയ ശേഷം നമുക്ക് ഈ മുട്ട കുറച്ചു നേരം മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത ഒരു പിടി ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞ സവാള, ക്യാബേജ് എന്നിവയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞെടുത്ത ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തെ ആ നീരൊന്ന് വരുന്നത് വരെ നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ കടലമാവാണ്. അടുത്തായി 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യാനുസരണം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. സവോളയുടെ നീരൊക്കെ ഇറങ്ങി കറക്റ്റ് പാകത്തിന് വന്നോളും. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മൾ ഉള്ളിവടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണേ. അടുത്തായിട്ട് നമ്മൾ കൈ ഒന്ന് നനച്ച ശേഷം കുറേശ്ശെയായിട്ട് മാവെടുത്ത് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഉപ്പും മുളക് പൊടിയും പുരട്ടി വെച്ചിരുന്ന മുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് മാവും കൂടെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ ഉള്ളി മുട്ടവട തയ്യാറാക്കിയെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ സാധാരണ ഉള്ളിവട തയ്യാറാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. മുട്ട ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല, അതുമല്ല നമ്മൾ സാധാരണ ഉള്ളിവടയ്ക്ക് ഒരുപാട് സവോളയൊക്കെ ആവശ്യമാണ്. ഇതിപ്പോൾ 2 സവോളയും ബാക്കി ക്യാബേജും കൂടി എടുക്കുന്നത് കൊണ്ടും വളരെയധികം വ്യത്യസ്ത രുചിയുമാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയൊന്നും അധികം കുടിക്കത്തൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെ കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ